ഹലോ ഫ്രണ്ട്സ്, വാട്ടർ ടാങ്കിൽ നിന്നും ഡെഡ് ബോഡി കിട്ടുന്നിടത്ത് വെച്ചിട്ടാണല്ലോ എപ്പിസോഡ് 6 അവസാനിച്ചത്. എപ്പിസോഡ് 7 സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരു ഫ്ലാഷ് ബാക്കിലൂടെയാണ് കേട്ടോ. അതായത് ജിയുനെയും ജീനയും കൂടിയിട്ട് തല്ലുകൂടുന്നുണ്ട്. ഞാനൊരു സ്റ്റുപ്പിഡാണ്, എന്നെ ഒന്നിനും കൊള്ളില്ല എന്നാണ് എല്ലാവരും പറയുന്നത്. ഇവിടെ നിന്ന് കഴിഞ്ഞാൽ എനിക്ക് കൂടുതൽ ഭ്രാന്താകും എന്നൊക്കെ പറയുന്നതും, അതായത് ഇവൾക്കന്ന് ജോലിയൊന്നും ഉണ്ടായിരിക്കില്ല, അപ്പോൾ ചേച്ചിയാണെങ്കിൽ നിനക്ക് ജോലി ഇല്ലാത്തത് കൊണ്ട് എന്നെ നീ ഒരു എക്സ്ക്യൂസ് ആക്കി പറയേണ്ടെന്നൊക്കെ പറയുന്നതും, ഫൈറ്റ് അങ്ങ് നന്നായിട്ട് കൂടുന്ന ടൈമിൽ ജീനയാണെങ്കിൽ ചേച്ചി എങ്ങനെയെങ്കിലും മരിച്ചാൽ മതി എന്നാണ് ഞാനിപ്പോൾ ആഗ്രഹിക്കുന്നതെന്ന് പറഞ്ഞിട്ട്, ഇനി അങ്ങനെ മരിച്ചാൽ മാത്രമേ ഞാൻ ഇങ്ങോട്ട് വരത്തുള്ളൂ എന്ന് പറഞ്ഞിട്ടാണ് വീട്ടിൽ നിന്നും ഇറങ്ങിപ്പോകുന്നത്. ഫസ്റ്റ് എപ്പിസോഡിൽ കാണിച്ചിരുന്നു. എന്നാ വീട്ടിലേക്ക് വരുന്നതെന്ന് ചോദിക്കുമ്പോൾ ഇവള് പറയുന്നുണ്ട്, ചേച്ചി മരിച്ചിട്ടല്ലാതെ എനിക്ക് അങ്ങോട്ട് വരാൻ പറ്റത്തില്ലല്ലോ എന്ന്. എന്താണ് അന്ന് അങ്ങനെ പറഞ്ഞതെന്നൊരു ക്ലാരിറ്റി ഉണ്ടായിരുന്നില്ല, ഇപ്പൊ മനസ്സിലാവുന്നുണ്ട്. ഇവള് ജസ്റ്റ് അന്നത്തെ ഒരു ദേഷ്യത്തിന് പറഞ്ഞതാണ്. എന്തായാലും പ്രസന്റിൽ കാണിക്കുന്നത് തന്റെ ചേച്ചിയാണ് മരിച്ചതെന്ന് അറിഞ്ഞ് ഇവളാകെ കരയുന്നതും ആ പ്രസിഡന്റ് ലേഡിയുടെ കീഴിയൊക്കെ പോകുന്നുണ്ട് കേട്ടോ. ഇവിടെ വെച്ചിട്ടാണ് എപ്പിസോഡ് 7 സ്റ്റാർട്ട് ചെയ്യുന്നത്. വൂസോക്ക് ആണെങ്കിലും നല്ല ഹാപ്പി ആയിരിക്കും. ഫോണിൽ വിളിച്ചിട്ട് ആ ഡെഡ് ബോഡി കിട്ടിയ പിന്നെ കോൺട്രവേഴ്സീസ് ഒക്കെ ഉണ്ടാവുമല്ലോ, എന്തായാലും നമുക്ക് കാണാന്നൊക്കെ പറയുന്നതും ആ ഡോർ അങ്ങ് ലോക്ക് ചെയ്യാൻ പറയുന്നുണ്ട്. ആ ടൈമിലാണ് അങ്ങോട്ട് മിൻസുവും ജീനയും കൂടി വരുന്നതും. അപ്പോൾ ഇവനെ കാണുന്ന ടൈമിൽ വൂസോക്കിന്റെ സ്റ്റാഫ് ആണെങ്കിൽ ഇവനകത്തേക്ക് കയറ്റി വിടുന്നില്ല. ഇത് നിങ്ങളുടെ കേസല്ലല്ലോ, ഞങ്ങളുടെ കേസില്ല, ഞങ്ങൾ അങ്ങ് അന്വേഷിച്ചേക്കാം എന്ന് പറയുന്നതും, മിൻസു ആണെങ്കിലും ദേഷ്യത്തിൽ ഇവനോട് സംസാരിക്കുന്ന ടൈമിൽ മറ്റൊരു സ്റ്റാഫ് അങ്ങോട്ട് വരുന്നതും, എന്താ കാര്യമെന്ന് ചോദിക്കുമ്പോൾ, ഒരു ഡെഡ് ബോഡി കിട്ടിക്കഴിഞ്ഞാൽ അവരുടെ വീട്ടുകാരെ വിളിച്ച് കൺഫേം ചെയ്യണമെന്ന് നിങ്ങൾക്ക് അറിയത്തില്ലേ, എന്താ ടീം 1 ഇതാരും പഠിപ്പിച്ച് തന്നിട്ടില്ലേ എന്നൊക്കെ പറഞ്ഞ് ബഹളം വയ്ക്കുന്ന ടൈമിൽ ഇത് കേൾക്കുന്ന വൂസോക്ക് ആണെങ്കിൽ ജീനയെ അകത്തേക്ക് കയറ്റിവിടാൻ പറയുന്നുണ്ട്. അങ്ങനെ ഡെഡ് ബോഡി എടുക്കുന്ന ടൈമിൽ ഇവളാണെങ്കിൽ ആകെ ഷോക്കായിട്ടായിരിക്കും നിൽക്കുന്നുണ്ടായിരിക്കുക. ഡെഡ് ബോഡി ആണെങ്കിലും നിലത്ത് വെക്കുന്ന ടൈമിൽ ഇതെന്റെ ചേച്ചിയല്ല എന്ന് ജീന പറയുന്നതും ഇത് കേൾക്കുന്ന വൂസോക്കിന്റെ കിളി പോകുന്നുണ്ട്. ചേച്ചി അല്ലെന്നോ, അപ്പൊ പിന്നെ ഇതാരാ എന്ന് ചോദിക്കുന്നതും ചാർലി അമ്മയെന്ന് വിളിച്ച് കരയുന്ന ഒരു സീനാണ് കാണിക്കുന്നത്. അതായത് ചാർലിയുടെ അമ്മയായിരിക്കും കേട്ടോ മരിച്ചിട്ടുണ്ടായിരിക്കുക. അങ്ങോട്ട് വരുന്ന പോലീസ് ഓഫീസർ ആണെങ്കിൽ അമ്മ എത്ര ദിവസമായി കാണാതെയായിട്ട്, എന്നിട്ട് എന്താ നിങ്ങൾ കംപ്ലൈന്റ് ചെയ്യാമെന്ന് ചോദിക്കുമ്പോൾ ചാർലി അവിടെ പറയുന്നുണ്ട്, അമ്മ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കാണാതെയാകും, ആള് മെന്റലൊക്കെ ഉള്ള പേഷ്യന്റ് ആണ്, ഞാൻ കാര്യമാക്കി എടുത്തില്ലേ എന്നൊക്കെ പറയുന്നതും, അങ്ങോട്ട് വരുന്ന വൂസോക്ക് ആണെങ്കിൽ എടോ പിന്നെ ക്വസ്റ്റ്യൻ ചെയ്യാം, താൻ ഇങ്ങോട്ട് പോന്നേക്ക് എന്ന് പറയുന്നുണ്ട്. ജീനയ്ക്കാണെങ്കിലോ പോയ ജീവൻ പകുതി തിരിച്ചു കിട്ടുന്നുണ്ട്. ആ ടൈമിലാണ് അനിയൻ വിളിക്കുന്നതും, അതായത് അച്ഛന് ബോധം വന്നിട്ടുണ്ടായിരിക്കും. ഹോസ്പിറ്റലിൽ എത്തുന്ന ജീനയാണെങ്കിലോ എന്തിനാ എന്നെ വിളിച്ചെന്ന് ചോദിക്കുന്നതും, അപ്പം അച്ഛൻ ആകെ സങ്കടത്തിലായിരിക്കും. ജിയുനെ പറ്റിയിട്ട് ഒരു ഇൻഫോർമേഷനും കിട്ടിയില്ലേ എന്ന് ചോദിക്കുമ്പോൾ ഇല്ല എന്ന് പറയുന്ന ജീനയാണെങ്കിൽ എന്തായാലും അച്ഛനോട് ഒരുപാട് നന്ദിയുണ്ട്, അച്ഛൻ കാരണം ഈ കേസ് അങ്ങ് ഭയങ്കര സെൻസേഷണലായി, ഇപ്പോൾ ചേച്ചി ജീവിച്ചിരിക്കുന്നുണ്ടോ മരിക്കുന്നുണ്ടോ എന്നുള്ള തരത്തിൽ ഓൺലൈനൊക്കെ വോട്ടിംഗ് പോലും ഉണ്ടെന്ന് പറഞ്ഞ് കളിയാക്കി സംസാരിക്കുമ്പോൾ എന്താ ചേച്ചി ഇങ്ങനെ സംസാരിക്കുന്നതെന്ന് അനിയൻ അവിടെ ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇവള് നന്നായി ദേഷ്യപ്പെടുന്നുണ്ട്. അച്ഛനാണെങ്കിലോ ഇതൊക്കെ കേട്ട് വിഷമിക്കുകയാണ് ചെയ്യുന്നത്. ഇതേ ടൈമിൽ പ്രസിഡന്റ് ലേഡി ആണെങ്കിലോ ആകെ ദേഷ്യത്തിൽ വീട്ടിലേക്ക് വരുന്നതും, ഈ ലേഡിക്ക് മരിക്കാൻ വേറെ ഒരു സ്ഥലവും കണ്ടില്ലേ എന്ന് പറഞ്ഞ് ടെൻഷൻ അടിക്കുന്നതും കാണിക്കുന്നുണ്ട്. അനിയനാണെങ്കിലും ജീനയോട് നമ്മുടെ ചേച്ചി എങ്ങനെയുള്ള ആളാണെന്നാ ചേച്ചി വിശ്വസിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ ആള് നല്ല പെർഫെക്ഷനിസ്റ്റ് ആണ്, എപ്പോൾ നോക്കിയാലും ജോബ് മാത്രമായിരിക്കും മനസ്സിലെന്നൊക്കെ പറയുന്നതും, അങ്ങനെ തന്നെയാണ് ഞാനും വിചാരിച്ചിരുന്നത്. ഇത് ചേച്ചിക്ക് കാണിച്ചു തരണോന്ന് എനിക്ക് അറിയത്തില്ല, വേണ്ടാന്ന് വിചാരിച്ചതാണ്, പക്ഷേ ചേച്ചി ഇത് കാണണം, പേടിക്കരുതെന്നൊക്കെ പറയുമ്പോൾ എന്താടാ കാര്യമെന്ന് ചോദിക്കുന്ന ജീനയോട് ഇതെൻ്റെ ഫ്രണ്ട് കാണിച്ചു തന്നതാണ്, ഒരു ഫോറിൻ വെബ്സൈറ്റ് ആണെന്ന് പറഞ്ഞ് ചേച്ചിയുടെ വീഡിയോ എന്ന് പറഞ്ഞ് കാണിച്ചു കൊടുക്കുന്നത് ഒരു ഷോർട്ട് ഡ്രസ്സ് ഇട്ടിട്ട് ജിയുനെ ഡാൻസ് കളിക്കുന്ന ഒരു വീഡിയോ ആയിരിക്കും. അതായത് വളരെ ഷോർട്ടായിട്ടുള്ള ഡ്രസ്സൊക്കെ ആയിരിക്കും കേട്ടോ ധരിച്ചിട്ടുള്ളത്. ഇത് കാണുന്ന ജീനയുടെ കിളി പോകുന്നുണ്ട്. നമ്മുടെ ചേച്ചി തന്നെയാണ് ഇതെന്ന് ചോദിക്കുമ്പോൾ അനിയനാണെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ ഇതൊരു ഫോറിൻ വെബ്സൈറ്റ് ആണ്, ഓൺലൈൻ സ്ട്രീമിംഗ് ആണ്, അപ്പോൾ ഇത് നന്നായി ഇഷ്ടപ്പെടുകയാണെങ്കിൽ ആളുകൾ ക്യാഷ് ഒക്കെ കൊടുക്കുമെന്നൊക്കെ പറയുന്നതും, ഒരിക്കലുമല്ല, ഇത് നമ്മുടെ ചേച്ചിയല്ല, ചേച്ചി ഇങ്ങനെയൊന്നും ചെയ്യത്തില്ല, ചേച്ചി പറഞ്ഞ നല്ല ലൈഫ് ഇതാണോ എന്ന് ചോദിക്കുന്ന ജീനയാണ് അവിടെ കാണിക്കുന്നത്. ഈ വീഡിയോ അപ്പോഴേക്കും ഇവരുടെ മുകളിൽ താമസിക്കുന്ന ആ ഭ്രാന്ത് പിടിച്ച ലേഡിയും കാണുന്നുണ്ട് കേട്ടോ. ഇതാളെ ഹസ്ബൻഡിന് കാണിച്ചു കൊടുക്കുന്ന ടൈമിൽ ഇത് ജിയുനെ തന്നെയാണോ, ഞാൻ ഇങ്ങനെയൊന്നും പ്രതീക്ഷിച്ചില്ല എന്ന് പറയുന്നതും, പേരൊക്കെ അറിയാലെന്ന് പറയുന്ന വൈഫിനോട് എടോ പറഞ്ഞില്ലേ ആള് നെയ്ബർ ആയതുകൊണ്ട് എനിക്ക് ജസ്റ്റ് നെയിം അറിയാം, അല്ലാതെ ഞങ്ങൾ തമ്മിലൊരു റിലേഷനും ഇല്ല എന്ന് പറയുന്നതും എനിക്ക് ദേഷ്യം വരുന്നുണ്ട്. എന്തായാലും ഈ വീഡിയോ ഞാൻ ഇവിടുത്തെ ഗ്രൂപ്പിലിടാൻ പോവാന്നൊക്കെ പറയുന്ന ടൈമിലെടുത്ത് താൻ എന്തേ കാണിക്കുന്ന, ആളൊരു വിക്റ്റിമാണ്, ഇപ്പം ഇങ്ങനെയൊന്നും ചെയ്യലെന്ന് പറയുമ്പോൾ ഈ ലേഡിക്ക് കൂടുതൽ ദേഷ്യമാവാണ് ചെയ്യുന്നത്. ശരിക്കും ഒരു സൈക്കോ ലേഡിയായിട്ട് ഈ ഭർത്താവ് എങ്ങനെ സഹിക്കുന്നു എന്തോ, അങ്ങനെ ദേഷ്യപ്പെടുന്ന ആ ഒരു ലേഡീനെ കാണിക്കുന്നുണ്ട്. പിന്നീട് ആ വീഡിയോ ഇങ്ങനെ പിക്ക് എടുത്ത് നോട്ടീസൊക്കെ ഒട്ടിച്ചിട്ടുണ്ടായിരിക്കും ലിഫ്റ്റിന്റെ ഉള്ളിലൊക്കെ. അപ്പോൾ ഇത് കാണുന്ന മറ്റ് ലേഡീസ് ആണെങ്കിൽ അയ്യേ ഈ പെണ്ണുമ്പിള്ള ഇങ്ങനെയുള്ള ആളായിരുന്നു, വെറുതെ അല്ല ഇടയ്ക്കിടയ്ക്ക് അവരുടെ ഫ്ലാറ്റിൽ ആണുങ്ങളൊക്കെ വരാറുണ്ടായിരുന്നു, അപ്പോൾ അതാണല്ലേ കേസ് എന്നൊക്കെ പറഞ്ഞ് ഇത് പല തരത്തിലും സ്പ്രെഡ് ആകുന്നുണ്ട് ഈ ഗോസിപ്പ്. പ്രസിഡന്റിന്റെ വീട്ടിലാണെങ്കിലും എല്ലാവരും ഈ ചീട്ട് കളിക്കുന്ന ടൈമിലാണ് ഒരു ലേഡി അങ്ങോട്ട് ഓടി വരുന്നത്. നിങ്ങൾ ഇത് കണ്ടോ എന്ന് ചോദിച്ച് ഈ വീഡിയോ കാണിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. 809 പെണ്ണാണോ ഇതെന്നൊക്കെ ചോദിക്കുന്ന ഇവരാണെങ്കിൽ ശരിക്കും കോരി തരിക്കുക, ആ പെണ്ണ് ഇങ്ങനെയൊക്കെ ആയിരുന്നു എന്ന് ചോദിക്കുമ്പോൾ പ്രസിഡന്റ് ലേഡി ആണെങ്കിൽ ദേഷ്യപ്പെടുന്നുണ്ട് കേട്ടോ. ആൾക്ക് എന്തോ അറിയാവുന്നത് പോലെ. വൂസോക്ക് ആണെങ്കിലോ ഡയറക്ടറുടെ അടുത്ത് എത്തുന്നതും, എന്നാലും ആ ഡെഡ് ബോഡി എങ്ങനെ അവിടെ വന്നു എന്നാ മനസ്സിലാവാത്തത്, അതൊരു അൽഷിമേഴ്സ് ബാധിച്ച ഒരു വയസ്സായ ലേഡിയുടേതാണെന്ന്
എന്ന് പറയുന്നതും താൻ എല്ലോടോ പറഞ്ഞ് അവിടെ ജിയോൻ ഉണ്ടായിരിക്കുന്നു എന്നിട്ട് കിട്ടിയില്ലല്ലോ എന്ന് ചോദിക്കുന്ന ഡയറക്ടറോട് എന്തായാലും വെറുതെ ആയില്ലല്ലോ, ഒരു ബോഡി കിട്ടിയില്ലേ, അപ്പം തൽക്കാലം ഇതൊക്കെ പറഞ്ഞങ്ങ് വായടപ്പിക്കാം എന്ന് വൂസോക്ക് അവിടെ പറയുന്നുണ്ട്. വൂസോക്ക് ആണെങ്കിലോ എന്നാലും ആ ലേഡി എങ്ങനെ ജിയോനയുടെ ഡ്രസ്സ് ധരിച്ചിട്ടുള്ളത്, അതെന്തായിരിക്കും കാരണമെന്ന് ചോദിക്കുമ്പോൾ ഡയറക്ടർ ആണെങ്കിൽ എന്നോടാണോ ചോദിക്കുന്നതെന്ന് അവിടെ തിരിച്ച് ചോദിക്കുന്നുണ്ട് കേട്ടോ. ഇവർ തമ്മിൽ എന്തോ ഒരു കണക്ഷൻ ഉണ്ടെന്നാ തോന്നുന്നതെന്ന് പറയുന്ന ഈ വൂസോക്കിനോട് ഇതിന്റെ ക്യാൻസർ താനാണ് കണ്ടുപിടിക്കേണ്ടത്, ഇപ്പം ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിക്കുമ്പോൾ ഇതൊക്കെ കണ്ടുപിടിക്കുന്നു മാത്രമല്ല പെട്ടെന്ന് തന്നെ റിപ്പോർട്ട് ഞാൻ സബ്മിറ്റ് ചെയ്യുമെന്ന് വൂസോക്ക് അവിടെ പറയുന്നുണ്ട്. മിൻസു ആണെങ്കിലും ട്രാഫിക് ഡിപ്പാർട്ട്മെന്റിലേക്ക് വരുന്നതും അവിടേക്ക് വരുന്ന അസിസ്റ്റന്റിനാണെങ്കിൽ ഫുഡൊക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതെന്താ ഇങ്ങോട്ട് വന്നതെന്ന് ചോദിക്കുമ്പോൾ ജിയോനയുടെ ലാപ്ടോപ്പ് കൊടുക്കുന്ന മിൻസു ആണെങ്കിൽ അതെ ഇതിലൊരു ഫോൾഡർ ഉണ്ട്, അത് തുറക്കാൻ കഴിയുന്നില്ല, എന്തോ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതാന്ന് തോന്നുന്നത്, നീ ഇത് ഓപ്പൺ ചെയ്യണം, നിനക്ക് എന്തെങ്കിലുമൊക്കെ സാധിക്കുമെന്ന് പറയുമ്പോൾ ആഹാ അപ്പം ഈ കേസ് വിട്ടിട്ടില്ലാലേ, ഇതിപ്പോൾ ടീം 1ന്റെ കേസല്ലേ, എന്തിനാ ഇങ്ങനെ ഓവറായിട്ട് ഇടപെടുന്നതെന്നൊക്കെ ചോദിക്കുമ്പോൾ നീ എന്തായാലും ഇത് നോക്കണം, നിനക്ക് ഇത് സാധിക്കൂ എന്ന് പറയുന്ന മിൻസുവിനെയാണ് അവിടെ കാണിക്കുന്നത്. നെക്സ്റ്റ് സീനിൽ കാണിക്കുന്നത് ഈ പ്രസിഡന്റ് ലേഡിയുടെ അടുത്തേക്ക് റിയ വരുന്നുണ്ട്. അപ്പോൾ അവിടെ ചീട്ട് കളിക്കുന്ന ലേഡീസൊക്കെ അവിടെ നിന്ന് ഒഴിഞ്ഞു മാറി പോകുന്നതും ഈ റിയ ആണെങ്കിൽ പ്രസിഡന്റിനിട്ട് 2 എണ്ണം കൊടുക്കുന്നുണ്ട്. ടാങ്കിലെ വെള്ളം മോശമാണെന്ന് പറഞ്ഞ് കംപ്ലൈന്റ് ചെയ്ത സമയത്ത് തന്നെ അത് ചെക്ക് ചെയ്തിരുന്നുവെങ്കിൽ ഈ ന്യൂസ് ഇത്രയ്ക്കും അധികം സ്പ്രെഡ് ചെയ്യില്ലായിരുന്നു എന്ന് പറയുന്ന റിയയുടെ ആ തല്ലൊക്കെ ആദ്യം വാങ്ങി കൂട്ടുന്നുണ്ടെങ്കിലും പിന്നീട് പ്രസിഡന്റ് തിരിച്ചങ്ങ് തല്ലുന്നുണ്ട്. അപ്പൊ റിയ നന്നായി ഷോക്കാകുന്നുണ്ട് കേട്ടോ. ചെറുപ്പം മുതൽ നീ പറഞ്ഞതെല്ലാം അനുസരിച്ചു എന്ന് വിചാരിച്ച് നീ എന്താ ഞാൻ ഫോൾ ആണെന്നാണോ വിചാരിച്ചത്, നിന്റെ പിന്നിൽ ആരാണെന്നൊക്കെ എനിക്കറിയാം, ഞാനൊന്ന് വിചാരിച്ച നിന്നെ തകർക്കാൻ എളുപ്പമാണ്, ഈ സീക്രട്ട് എന്ന് പറയുന്നത് അത് മറ്റാരോ ആയിട്ട് പറയാനുള്ളതല്ല എന്ന് പറയുന്ന പ്രസിഡന്റ് ആണെങ്കിൽ റിയയുടെ മുഖത്തേക്ക് വെള്ളം ദേഷ്യത്തിൽ ഒഴിക്കുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് ജീനിയുടെ ബോയ് ഫ്രണ്ട് ആണെങ്കിൽ ഹോട്ടലിൽ എത്തിയിട്ട് ജീനിയെ അന്വേഷിക്കുന്ന ടൈമിൽ ആളൊരു പേഴ്സണൽ ഇഷ്യൂ കാരണം നാട്ടിലേക്ക് പോയി എന്ന് പറയുന്നതും അഡ്രസ് ഉണ്ടോ എന്ന് അവിടെ ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ പേഴ്സണൽ ഇൻഫർമേഷൻസ് ഒന്നും തരാൻ പറ്റത്തില്ല എന്ന് പറയുന്ന ടൈമിലാണ് ജീനിയുടെ ഫ്രണ്ട് ആണെന്ന് തോന്നുന്നു ഒരാൾ അങ്ങോട്ട് വരുന്നതും ഇത് ബോയ് ഫ്രണ്ട് ശ്രദ്ധിക്കുന്നുണ്ട്. റിയ ആണെങ്കിലോ പിന്നീട് ആകെ ദേഷ്യത്തിലിരിക്കുന്ന ടൈമിൽ എന്നാലും അവൾക്ക് എങ്ങനെ ഇത്രയും ധൈര്യം കിട്ടിയെന്നൊക്കെ പറയുന്ന ഒരു സീൻ കാണിക്കുന്നുണ്ട് കേട്ടോ. ഓട്ടോപ്സി കഴിയുന്ന ടൈമിലാണെങ്കിൽ ഈ ചാർലിയുടെ അമ്മയുടെ വായിൽ നിന്ന് ഒരു കീ കിട്ടുന്നുണ്ട് കേട്ടോ. അതായത് മുന്നത്തെ എപ്പിസോഡിൽ കാണിച്ചല്ലോ ജിയോനെ അടച്ചിട്ടിരിക്കുന്ന ആ ഒരു കീ, അതാണെന്ന് തോന്നുന്നു. എന്തായാലും പുറത്ത് വൂസോക്കും സ്റ്റാഫും വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ടായിരിക്കും. അങ്ങോട്ട് വരുന്ന ഡോക്ടർ ആണെങ്കിൽ ഞാൻ അങ്ങോട്ട് വിളിക്കാന്ന് പറഞ്ഞതല്ലേ, പിന്നെന്താ ഇവിടെ വന്നിരിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ അത് പിന്നെ റിസൾട്ട് എത്രയും പെട്ടെന്ന് അറിയാനാണെന്ന് പറയുന്ന വൂസോക്കിനോട് എന്തായാലും ആളുടെ ഒരു മുങ്ങിമരണാണ്, ഇനി അത് തള്ളിയിട്ടതാണോ അതോ മനഃപൂർവ്വം ചാടിയതാണോ എന്ന് അറിയില്ല എന്ന് പറഞ്ഞ് ഡോക്ടർ ഈ കീ എടുത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതെന്താ സംഭവം എന്ന് ചോദിക്കുമ്പോൾ ആളുടെ വായുടെ ഉള്ളിൽ നിന്ന് കിട്ടിയതാണെന്ന് പറയുന്നതും വൂസോക്കാണെങ്കിൽ ഇതാ സ്ത്രീ തന്നെ വിഴുങ്ങിയതാണോ അതോ മറ്റാരെങ്കിലും ചെയ്തതാണോ എന്ന് ചോദിക്കുമ്പോൾ തന്നെ വിഴുങ്ങിയതാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ എന്ന് ഡോക്ടർ തിരിച്ചു ചോദിക്കുന്ന ടൈമിൽ വൂസോക്കിന് മറുപടി ഒന്നും ഉണ്ടായിരിക്കില്ല. എന്തായാലും ആ സ്ത്രീ ധരിച്ചിരിക്കുന്ന കോട്ട് അത് ജിയോനയുടെ തന്നെയാണ്, അവരുടെ ബ്ലഡ് സാമ്പിൾസും കിട്ടിയിരുന്നു എന്ന് പറയുമ്പോൾ വൂസോക്കാണെങ്കിൽ അല്ല ഈ ജിയോനയുടെ കോട്ട് എങ്ങനെ ഈ സ്ത്രീക്ക് കിട്ടിയത്, അതാണ് എനിക്ക് മനസ്സിലാകാത്തത്, എന്താ സംഭവം എന്നൊക്കെ ചോദിക്കുമ്പോൾ ഡോക്ടർ ആണെങ്കിൽ അതെന്ത് സംഭവമായാലും ശവങ്ങൾ നുണ പറയാറില്ല, മനുഷ്യന്മാരെ നുണ പറയാറുള്ളൂ എന്ന് പറഞ്ഞ് അവിടെ നിന്ന് പോകുന്ന ടൈമിൽ വൂസോക്കാണെങ്കിൽ ഇയാൾ എന്ത് തേങ്ങ ഈ പറയുന്നതെന്ന് അവിടെ ചോദിക്കുന്നുണ്ട്. പിന്നീട് തിരിച്ചു പോകുന്ന ടൈമിൽ സ്റ്റാഫിനോടാണെങ്കിൽ ഈ കീ ഒന്ന് കഴുകുക, ഇത് ഏതെങ്കിലും ഒരു റൂമിലത്തെ കീ ആയിരിക്കും എന്നൊക്കെ പറയുമ്പോൾ ഇത് ക്ലീൻ ചെയ്തതിന് ശേഷം ഇത് ഏത് റൂമിലത്തെ എന്ന് മനസ്സിലായില്ലെങ്കിൽ നമുക്ക് എല്ലാ ഫ്ലാറ്റിലും കയറി നോക്കാൻ പറ്റുമോ സാറേ എന്നാണ് സ്റ്റാഫ് തിരിച്ചു ചോദിക്കുന്നത്. പിന്നീട് ജീനയാണെങ്കിലോ ഈ ടാങ്കിലേക്ക് ഇറങ്ങുന്ന ടൈമിൽ അവിടെ ചേച്ചിയുടെ ബ്രേസ്ലെറ്റ് കിട്ടുന്നുണ്ട് കേട്ടോ. അതായത് ഈ ബ്രേസ്ലെറ്റ് ചാർലിയുടെ അമ്മയുടെ കയ്യിൽ ഉണ്ടായിരുന്നല്ലോ, അങ്ങനെ പെട്ടതായിരിക്കണം. ആ ടൈമിൽ അങ്ങോട്ട് മിൻസു വരുമ്പോൾ ഇവൾ ശരിക്കും ഷോക്ക് ആകുന്നുണ്ട്. താൻ എന്താ ഇവിടെ ചെയ്യുന്നതെന്ന് ചോദിക്കുന്നതും ഈ ബ്രേസ്ലെറ്റ് കാണിച്ചു കൊടുക്കുന്നുണ്ട്. ഇതെന്റെ ചേച്ചിയുടേതാണ്, ഇത് അവരുടെ കയ്യിൽ എങ്ങനെ വന്നു എന്നാ മനസ്സിലാവാത്തെന്നൊക്കെ പറയുമ്പോൾ ഇത് ചേച്ചിയുടെ ആണെന്ന് ഉറപ്പുണ്ടോ എന്ന് ചോദിക്കുന്ന മിൻസുവിനോട് ഇവൾ പറയുന്നുണ്ട് ഇത് എൻ്റെ അമ്മയുടെ ആയിരുന്നു, ചേച്ചി ഇത് എപ്പോഴും ധരിക്കാറുണ്ട്, എന്തായാലും ചേച്ചിയായിട്ട് ഇത് പൊട്ടിക്കത്തില്ല, ഇത് ആ സ്ത്രീ പൊട്ടിച്ചതായിട്ടാണ് എനിക്ക് തോന്നുന്നതെന്ന് പറഞ്ഞിട്ട് ഇവളൊരു കാര്യം അവിടെ ഓർത്തെടുക്കുന്നുണ്ട്. അതായത് മുന്നത്തെ ഒരു സീനിൽ ഇവള് ലിഫ്റ്റിലേക്ക് വരുന്ന ടൈമിൽ ഈ ലേഡിയാണെങ്കിൽ 809 ഞാൻ അവിടെ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞ് ജീനയുടെ മാല വലിച്ചു പൊട്ടിക്കാൻ നോക്കുന്നുണ്ട്. ഇവളാണെങ്കിൽ ശരിക്കും പേടിക്കുന്നുണ്ട് കേട്ടോ. ഇത് ഓർത്തെടുക്കുന്ന ജീനയാണെങ്കിൽ അന്ന് അവരെന്തോ സിസ്റ്ററിനെ പറ്റിയിട്ടാണെന്ന് തോന്നുന്നു എന്നോട് പറയാൻ വന്ന പോലെയാണ് എനിക്കിപ്പോൾ ഫീൽ ചെയ്യുന്നതെന്ന് പറയുമ്പോൾ അവരെന്താന്ന് പറഞ്ഞതെന്ന് ചോദിക്കുന്ന മിൻസുവിനോട് അവരന്നൊന്നും പറഞ്ഞില്ല, പക്ഷേ എൻ്റെ മാല ഇങ്ങനെ പൊട്ടിക്കാൻ നോക്കി, ആ ഒരു ക്യാരക്ടർ ഉള്ളത് കൊണ്ട് തന്നെ ഇത് അവർ തന്നെയായിരിക്കും ചെയ്തിട്ടുള്ളത് എന്ന് ജീന അവിടെ പറയുന്നുണ്ട്. ഇവളാണെങ്കിൽ കുടിച്ചുകൊണ്ടിരിക്കുന്ന എന്തൊരു ജ്യൂസിന്റെ കവർ കളയുന്ന ടൈമിലാണ് ആ വേസ്റ്റ് ബാസ്ക്കറ്റിൽ നിന്നും ഇവളുടെ ചേച്ചിനെ പറ്റിയിട്ടുള്ള ആ ഒരു നോട്ടീസ് ഒട്ടിച്ചിട്ടുണ്ടായിരിക്കുമല്ലോ അത് കിട്ടുന്നത്. ഇതെന്താ സംഭവം എന്ന് ചോദിക്കുന്ന മിൻസുവിനോട് പിന്നീട് ഇവൾ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് കേട്ടോ. അതിനുശേഷം നെക്സ്റ്റ് സീനിൽ കാണിക്കുന്നത് മിസ്റ്റർ 5 ഈ വീഡിയോ ചെക്ക് ചെയ്യുന്നതും ഇവന് നല്ല കഴിവൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ ഇതൊരു ഫേക്ക് വീഡിയോ ആണെന്ന് മനസ്സിലാകുന്നുണ്ട്. അതായത് ഈ AI പോലത്തുള്ള ഒരു ടെക്നിക്ക് ഉപയോഗിച്ചതാണ് എന്ന് കേട്ടോ. എന്നാലും ഇതൊക്കെ ആരാ ചെയ്യുന്നേ, അവർക്കിത് ചെയ്തത് കൊണ്ട് എന്ത് ഉപകാരമുള്ളതെന്നൊക്കെ ജീന പറയുന്ന ടൈമിൽ മിസ്റ്റർ 5 ആണെങ്കിൽ ഇങ്ങനെ ഫേക്ക് വീഡിയോസ് ഉണ്ടാക്കുന്നതും സ്പ്രെഡ് ചെയ്യുന്നതൊക്കെ കുറ്റകരാണ്, നല്ല ശിക്ഷ കിട്ടാൻ സാധ്യതയുണ്ട്, ഇപ്പോഴത്തെ നിയമം അനുസരിച്ച് 7 വർഷം വരെ ശിക്ഷ കിട്ടുമെന്ന് പറയുമ്പോൾ
ഇത് കേൾക്കുന്ന മിൻസു ആണെങ്കിൽ ആഹാ നിയമങ്ങളൊക്കെ നന്നായിട്ട് അറിയാലോ എന്ന് അവിടെ ചോദിക്കുന്നുണ്ട്. പിന്നീട് ഇവരൊരുമിച്ച് ഫുഡ് കഴിക്കുന്ന ടൈമിൽ മിൻസു അവിടെ പറയുന്നുണ്ട്, അതായത് തന്റെ ചേച്ചിയെ കാണാതായിട്ടും എല്ലാവർക്കും തന്നോടൊരു സഹതാപമല്ല, പകരം എന്തോ ഒരു ദേഷ്യമുള്ള പോലെയാണ്, ഒരു റിവഞ്ച് ഉള്ള പോലെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളതെന്ന് പറയുന്നതും അതെന്തുകൊണ്ടായിരിക്കും, ചിലപ്പോൾ ഈ റീബിൽഡിംഗ് കൺസ്ട്രക്ഷന് വേണ്ടിയിട്ട് ചേച്ചി പ്രവർത്തിച്ചിരുന്നു, ഇനി അതിന്റെ പേരിൽ വല്ല ദേഷ്യം ആയിരിക്കും എന്ന് ജീന അവിടെ ചോദിക്കുന്നുണ്ട്. പിന്നീട് തിരിച്ച് ഇവൾ അപ്പാർട്ട്മെന്റിലേക്ക് വരുന്ന ടൈമിൽ പ്രസിഡന്റ് ലേഡിയും മറ്റു ലേഡീസും കൂടി തമ്മിൽ സംസാരിക്കുന്നത് കാണുന്നുണ്ട് കേട്ടോ. അപ്പൊ ഇവളാണെങ്കിലോ മിൻസു പറഞ്ഞ ഈ കാര്യം ആലോചിക്കുന്നതും ഇനിയിപ്പോൾ ഇവർക്ക് വല്ല ദേഷ്യമുണ്ടോ എന്തെങ്കിലും ഉണ്ടോ എന്നൊക്കെ അറിയണമല്ലോ, അതുകൊണ്ട് തന്നെ ഇവൾ പ്രസിഡന്റ് ലേഡിയുടെ അടുത്തേക്ക് പോയിട്ട് നല്ല സ്വീറ്റ് ആയിട്ട് പെരുമാറുന്നുണ്ട്. അപ്പൊ എന്താ കാര്യം എന്ന് ചോദിക്കുമ്പോൾ, അല്ല എനിക്ക് ഭയങ്കര ഷോൾഡർ ഒന്ന് വേദനിക്കുന്നുണ്ട്, ഒന്ന് മസാജ് ചെയ്ത് തരാൻ പറ്റുമെന്നൊക്കെ ചോദിക്കുന്നതും ഇത് ഇവളുടെ ജോലി ആയതുകൊണ്ട് തന്നെ പ്രസിഡന്റ് ലേഡി ഫ്ലാറ്റിലേക്ക് കൊണ്ടുപോകുന്നുണ്ട്. ജീനയെ കാണുന്ന ടൈമിൽ അവിടെ ഓൾറെഡി ഉള്ള ലേഡീസ് ആണെങ്കിൽ ഇവൾ എന്തിനാ ഇങ്ങോട്ട് വന്നേന്ന് ചോദിക്കുമ്പോൾ, ഇവിടേക്ക് എന്തിനാ വന്നേ, ഇതിന്റെ ബിസിനസ് അല്ലേ, അതിന് തന്നെയാ വന്നേന്നൊക്കെ പറയുന്നതും ഇവളോട് അവിടെ ഇരിക്കാനൊക്കെ പറയുന്നുണ്ട്. ആ ടൈമിൽ ഈ ലേഡീസ് സംസാരിക്കുന്നത് ഇവൾ ശ്രദ്ധിക്കുന്നുണ്ട് കേട്ടോ. ചാർലിയുടെ അമ്മ മരിച്ചത് എന്തായാലും ഷോക്കായി പോയി, ഇനിയിപ്പോൾ ചാർലി ഭയങ്കര പണക്കാരനായിരിക്കും, അവരുടെ പേരിലുള്ള സ്വത്തൊക്കെ ചാർലിക്ക് കിട്ടില്ലേ എന്ന് പറയുന്ന ഈ ലേഡീസ് ആണെങ്കിൽ ഇനിയൊരു പക്ഷേ ചാർലി എങ്ങാനായിരിക്കും അമ്മയെ കൊന്നതെന്ന് അവിടെ ചോദിക്കുന്നതും ഇത് കേട്ട് വരുന്ന ആ പ്രസിഡന്റ് ലേഡിയാണെങ്കിൽ ആവശ്യമില്ലാത്തതും പറയല്ലേ, ഇങ്ങനെ പറയുന്ന കാര്യങ്ങളാണ് പിന്നീട് റൂമേഴ്സ് ആയിട്ട് വരുന്നതെന്ന് അവിടെ പറയുന്നുണ്ട് കേട്ടോ. പ്രസിഡന്റ് ലേഡിയാണെങ്കിൽ പിന്നീട് ഇവളോട് ഡ്രസ്സൊക്കെ അഴിക്കാൻ പറയുന്നതും ഇവിടെ വെച്ചിട്ടൊന്ന് ചോദിച്ച് ഇവൾക്കാകെ നാണക്കേടൊക്കെ ആകുന്നുണ്ട്. എന്താ ഇവിടെ വല്ല ആണുങ്ങളുണ്ടോ, ഇതൊക്കെ ചെയ്യണം എന്ന് പറയുമ്പോൾ എന്നാൽ അതിന്റെ ആവശ്യമില്ല, ജസ്റ്റ് തോളിൽ മാത്രം മസാജ് ചെയ്താൽ മതി എന്ന് പറയുന്നതും എന്നാൽ ശരി 2 ബട്ടൺ അയച്ച് കിടക്കുന്നൊക്കെ പറഞ്ഞ് മസാജ് ചെയ്യുന്നതായിട്ടുള്ള ഒരു സീനാണ് കാണിക്കുന്നത്. പിന്നീട് ഇവള് ഫ്ലാറ്റിലേക്ക് തിരിച്ചു വരുന്ന ടൈമിൽ ഈ CCTV ഇങ്ങനെ നോക്കുന്നുണ്ട് കേട്ടോ, അങ്ങനെ ചിരിക്കുന്നുണ്ട്. മിൻസുവിനെ ആലോചിച്ചിട്ടായിരിക്കണം. പിന്നീട് ഇവളാണെങ്കിൽ കിടക്കാൻ നോക്കുന്ന ടൈമിൽ മുകളിൽ നിന്ന് പണ്ടത്തെ പോലെ ആ ഭാര്യയും ഭർത്താവും നല്ല തല്ലൂട്ടായിരിക്കും കേട്ടോ. ഇവൾക്കാണെങ്കിൽ ആകെ ദേഷ്യം വരുന്നതും ഇവളാണെങ്കിൽ ആ ഡോർ അടച്ച് കിടക്കുന്നുണ്ട്. പെട്ടെന്ന് കോട്ട് ധരിച്ച ഒരാൾ ആ ഫ്ലോറിലേക്ക് വരുന്നതും ഇവളുടെ CCTVയുടെ ഫ്രണ്ടിൽ എത്തുമ്പോൾ CCTV മറയ്ക്കാൻ വേണ്ടിയിട്ട് എന്തോ ഒന്ന് സ്പ്രേ ചെയ്യുന്നുണ്ട്. ഇവിടെ വെച്ചിട്ടാണ് എപ്പിസോഡ് അവസാനിക്കുന്നത്.